കുന്നംകുളം ബദനി സ്കൂളിലെ TCV സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ അതിഥികളായിട്ട് കുറച്ച് നടീനടന്മാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അതിനു മുമ്പ് ഇവർ മാറ്റുരച്ചത് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിലായിരുന്നു. കാരണം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വാശിയേറിയ മത്സരമാണ് അരങ്ങേറിയത്. 10 ടീമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മത്സരം വൈകിയാണ് സമാപിച്ചത്. എന്തായാലും റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ഏതാണ് സ്കൂൾ? സെൻറ്റ് ജോസഫ് മതിലകം. എത്ര ടീമുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, 10 ടീമുകളെന്ന്. പിന്നെ ആനയാണ്, നിങ്ങളുടെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ മനസ്സിലായി ആനയായിട്ട് ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ആനപ്രേമത്തിന് കൂടുതലാണ്, ആനപ്രേമികൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സബ്ജക്റ്റ്? വിശപ്പും നുണയും, അതിലും വിശന്നാലും നമ്മൾ നുണ പറയുന്നുള്ള സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ആനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ വിധിയൊക്കെ ഉണ്ട്. ആന എഴുന്നള്ളിപ്പിനെ തന്നെ ബാധിക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഇതിൽ മെയിനായിട്ട് കാട് കയ്യേറുന്ന സംഭവങ്ങളും പിന്നെ വിശന്നാലും നമ്മൾ നുണ പറയുന്നുള്ള സബ്ജക്റ്റാണ് മെയിനായിട്ട് എടുത്ത് കാട്ടുന്നത്. നാട്ടാനയല്ല, കാട്ടാനയാണ്. നാട്ടാന മാത്രമല്ല, കാട്ടാനയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. നാടകത്തിലാണോ? കഥാപാത്രവും പിന്നെ തൻ്റെ പേരും പറഞ്ഞോളൂ. എൻ്റെ പേര് ഓജൽ. ഞാൻ നാടകത്തിൽ മറിയക്കുട്ടി എന്നുള്ള മറിയക്കുട്ടി. അപ്പോൾ കാടുമായിട്ട് കാട്ടാന കാട് കയ്യേറി മറിയച്ചേട്ടത്തി കാട് കയ്യേറിയപ്പോൾ ആനകളെ ആക്രമിക്കുന്നതാണോ? അവരെ സ്ഥലത്തേക്ക് വന്നാണ്. പക്ഷേ ഞാനത് എൻ്റെ സ്ഥലമാണ് എന്നിട്ട് അവർ ഓടിക്കാനൊക്കെ ഇതാക്കിയിട്ട് വേറെ എൻ്റെ വീടുള്ളത് ആനകേറാമല എന്നുള്ള സ്ഥലത്താണ്. കുറുക്കമ്പുല എന്നുള്ള സ്ഥലത്ത് എന്നിട്ട് ഒരു വേട്ടക്കാരെ കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ. ഇപ്പോൾ മനുഷ്യൻ കാട് കയ്യേറുന്നു, അതുകൊണ്ട് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായിരുന്നു കഥാപാത്രം? 2 റോൾ ചെയ്തിട്ടുണ്ട്. ഒരു അയൽക്കാരിയായിട്ടും അമ്മയായിട്ടും. ഡബിൾ റോളാണ്. പേരെന്താണ്? റിയൽ പേര്? അനാമിക. കഥാപാത്രങ്ങളുടെ പേര്? സുലുമണി. പിന്നെ അമ്മയുടെ ക്യാരക്ടർ പേരില്ല. കാട്ടാനയുടെ പേരെന്താ ശരിക്കും യഥാർത്ഥം? എൻ്റെ ശരിക്കും പേര് ദക്ഷ്. ഞാൻ 3 റോൾ ചെയ്തിരുന്നു. ഷാമിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാട്രിക് റോളാണ്. പിന്നെ സ്വാമി, ആന, പിന്നെ അപ്പം അവനായിട്ട് ചെയ്തു. പിന്നെ ചെറിയ വേറെ ഇതുണ്ട്. പിടിയാനയാണോ? എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ 2 റോള് ചെയ്തു. ഒന്ന് അന്നമ്മ എന്ന് പറഞ്ഞൊരു അയൽവക്കക്കാരിയും പിന്നെ ആ കുട്ടിയാണ്. ഡബിൾ റോളിലും ട്രിപ്പിൾ റോളിലും ഒക്കെയാണ് ഓരോരുത്തർ വരുന്നത്. വെറുതെ അല്ല നിങ്ങൾക്ക് പ്രൈസ് അടിച്ചത്, പ്രൈസ് കൊണ്ടുപോയത്. ഏത് ക്യാരക്ടറാണ്? ഞാൻ ബാക്കായിരുന്നു. ഗാഥ പേര്. ശരിക്കും പേരെന്താ? അയന. നാടകത്തിൽ ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി. ആനക്കുട്ടിയുടെ പേരെന്താ? എൻ്റെ പേര് അഞ്ജന. ഞാൻ ഈ നാടകത്തിൽ 2 റോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് അച്ചമ്മയായിട്ടും ആനയായിട്ടും ചെയ്തിട്ടുണ്ട്. അതാണല്ലേ ഈ നരകളൊക്കെ കിടക്കുന്നത്. എന്താ ക്യാരക്ടറിൻ്റെ പേര്? ക്യാരക്ടറില്ല, മ്യൂസിക്കാണ്. മ്യൂസിക്കാണോ ഈ നാടകത്തിൻ്റെ ബാക്ക് ബോൺ? സംഗീതം നൽകിയത് ഏതാണ്? അതൊന്ന് പറഞ്ഞോളൂ, സംഗീതത്തെ കുറിച്ച്. സംഗീതം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ളായിരുന്നു. കുറേ എളുപ്പവഴി നോക്കി കിടക്കായിരുന്നു. പക്ഷേ ജില്ലയിലെത്തിയപ്പോൾ നന്നായി ചെയ്തു. അത് നല്ലൊരു ഇതായി. ഉപജില്ലയിൽ പാളി പോയ ഒരു നാടകമായിരുന്നു. പക്ഷേ ജില്ലാ കലോത്സവത്തിൽ എത്തിയപ്പോൾ ഇവർ കൂടുതൽ മികവ് പുറത്തെടുത്ത് നാടകത്തിൽ വിൻ ചെയ്തിരിക്കുകയാണ്. ഇനി 2 പേരെ കൂടി പരിചയപ്പെടാണ്ട്. പേര് പറഞ്ഞു. എൻ്റെ ഒരു സനത്ത്, നാടകത്തിൽ ബാക്ക് സ്റ്റേജ് തന്നെ. പേര്? എൻ്റെ പേര് പ്രയാഘോഷ്. ഞാനിൽ വാവ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തേക്കണത്. വാവാ നടൻ. വേട്ടക്കാരനാണോ? കോസ്റ്റ്യൂം കണ്ടപ്പോൾ വേട്ടക്കാരനാന്ന് തോന്നുന്നു. ആരാ നിങ്ങളെ പരിശീലിപ്പിച്ചത്? സലീഷ് പത്മിനിസ്. മാഷുണ്ടോ അവിടെ? മാഷ ഇങ്ങോട്ട് പോയി. ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ. മാഷ് പോയിരിക്കുകയാണ്. ഈ സമീപത്തുണ്ടായിരുന്നു മാഷാണ് ഈ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ മാഷ കാണാനില്ല. മാഷുണ്ടോ? അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. ഈ TCVയുടെ കലോത്സവ സ്റ്റുഡിയോയിലൂടെ നിരവധി പ്രതിഭകൾക്കാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ടീച്ചേഴ്സ് ആയാലും മതി, ടീച്ചേഴ്സിനെ വിളിച്ചോളൂ. ടീച്ചർ ഇങ്ങോട്ട് വരൂ. എന്തായാലും ഇവരെ പഠിപ്പിച്ച മാഷില്ല. നമുക്ക് ടീച്ചറ് മടിച്ചു നിൽക്കാതെ വരൂ. ടീച്ചറെ അല്ല, പഠിപ്പിച്ചില്ലെങ്കിലും ഈ സ്കൂളിൻ്റെ അധ്യാപികയല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എത്രമാത്രം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്? അവരാണല്ലോ പറയേണ്ടത്. അവർക്ക് കിട്ടിയ സപ്പോർട്ട് നമ്മളല്ലല്ലോ പറയേണ്ടത്. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം കൂടിയും ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സ്കൂളുകൾ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ MLA തന്നെ പറഞ്ഞു മത്സരമായിട്ട് കാണണം.
അല്ലാണ്ട് ഇത് ഏറ്റുമുട്ടുക അല്ലെങ്കിൽ പണക്കൊഴുപ്പിൻ്റെ മേളയാകരുത്. അത് ആരോഗ്യകരമായ മത്സരം മാത്രമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിനാണോ ഈ നാടക രംഗത്തേക്ക് വന്നത്, അതോ ബലമായിട്ട് വന്നതാണോ? സ്വന്തം ഇഷ്ടത്തിന് തല്ലുടിച്ച് കയറി വന്നത്. ഓ, എത്ര ദിവസം വേണ്ടി വന്നു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ? സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് ഇന്നെ ചെയ്തത് ഇന്നലെ രാത്രി. ഓഹോ, ഉപജില്ലക്കാളും നന്നായത് വെറുതെ ഇല്ല. ഉപജില്ലയിൽ കളിച്ച നാടകം ഭാഗം മാറ്റി, ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മാറ്റി. പിന്നെ ഞങ്ങളെ ഐറ്റത്തിൽ ഇവിളിക്കായാലും വേറെ 3 ഐറ്റത്തിൽ ഇവള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവള് തിരുവാതിര, പിന്നെ ക്ലാഷ് ആയിരിക്കായിരുന്നു, ഒരേ ടൈമായിരുന്നു രണ്ടും. അങ്ങനെയൊക്കെ കുറെ. ഇതിലാർക്കാ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള? സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആരുമില്ലേ? സിനിമയിലെ മ്യൂസിക് ഇന്നലെ ഈ കൊച്ചുമിടിക്കൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരാൾക്കും താല്പര്യമില്ലേ? നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ലേ? അല്ല, നാടകവേദികളിൽ പ്രൊഫഷണൽ നാടകവേദികളിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ല ആരും? മാഷ തെരഞ്ഞെടുക്കുന്നു. മാഷ എവിടെ പോയി? മാഷെ വിളിച്ചിട്ട് കാണാനില്ല. ലാസ്റ്റ് ടീച്ചറെ ഇന്റർവ്യൂ എടുക്കേണ്ടി വന്നു. ആ ഫോൺ വന്നിട്ടാ. മാഷെ എത്ര നാളെടുത്തു ഇവരെ പരിശീലിപ്പിക്കാനും? എങ്ങനെയായിരുന്നു ആ ഒരു വിജയത്തിലേക്ക് ഇവരെ നയിച്ചത്? അതായത് നമ്മളൊരു 1.5 മാസം അല്ലേ, 2 മാസത്തിനടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവർ പല ആളുകളും നാടകം ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇതിൽ. പക്ഷെ നമ്മുടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഉള്ള പ്രോസസ്സൊന്നുമല്ല. കുട്ടികളെ കൂടി ഇരുന്ന് അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി വാങ്ങി അവരോട് ചോദിച്ച് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ അങ്ങനെ കുട്ടികൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം നമ്മൾ പടച്ചു വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവർക്കതിൻ്റെ ഇപ്പോൾ വിശപ്പാണ് അതിൻ്റെ ഒരു പ്രമേയം. ആ വിശപ്പിനെക്കുറിച്ച് ഈ തലമുറയിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയത്. എന്തായാലും ഇനി സ്റ്റേറ്റിൽ പോയിട്ട് ഇതേ പെർഫോമൻസ് കാഴ്ച വെച്ച് എ ഗ്രേഡ് നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്.